മിശിഹായിൽ അനുഗ്രഹീതരായവനെ, ദിവികാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 1 മുതലുള്ള തിരുവചന ഭാഗങ്ങളില് വിതക്കാരന്റെ ഉപമ ഈശോ പറയുകയാണ്. അവനെ കേൾക്കാനായിട്ട് സ്വയം വന്ന ജനത്തോടാണ് വിതക്കാരന്റെ ഉപമ പറഞ്ഞതിന് ശേഷം അവിടുന്ന് പറയുകയാണ്, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സ്വന്തമായിട്ട് ആഗ്രഹിച്ചു വരുന്നവരവര്, എന്നിട്ട് അവരോട് പറയാ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. എന്താ ഇതിന്റെ അർത്ഥം? ചെവി കൊണ്ട് കേട്ട് കളഞ്ഞാ പോരാ, അത് ഉള്ളിലാക്കണമെന്ന്. ദൈവത്തിന്റെ വചനം ചെവികളിലൂടെ കേട്ട് കളയാനായിട്ടുള്ളതല്ല. ഒരു ചെവിയിലൂടെ കയറി മറ്റേ ചെവിയിലൂടെ ഇറങ്ങിപ്പോകേണ്ടതല്ല ദൈവത്തിന്റെ വചനം. ഉപരിയായിട്ട് അത് ഉള്ളിലേക്ക് ആക്കേണ്ടതാണ്. നമ്മുടെ ചെവികളിലൂടെ കേൾക്കപ്പെടുന്നത് ഉള്ളിലേക്ക് ഇറങ്ങണം. അപ്പോഴാണ് വചനത്തിന് നമ്മിൽ ശക്തിയുണ്ടാകുന്നതും തിരുവചനം നമ്മൾ പ്രവർത്തിക്കുന്നതും. പ്രിയപ്പെട്ടവരെ, നമ്മൾ വെറുതെ വചനം കേട്ടുകൊണ്ട് നടക്കുന്നവരായിട്ട് മാത്രമായി തീരരുത്. വചനം ഉള്ളിലാക്കുന്നവരായിട്ട് മാറണം. മറിയം ദൈവത്തിന്റെ വചനത്തെ ഉള്ളിലാക്കിയപ്പോഴല്ലേ അവളിൽ ഈശോ ഉണ്ടായത്. നമ്മുടെ ഉള്ളിലേക്ക് വചനത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, വചനത്തെ നമ്മൾ ഉള്ളിലാക്കുമ്പോൾ ഈശോ നമ്മളിൽ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഈശോ നമ്മളിൽ രൂപപ്പെട്ട് കഴിയുമ്പോഴോ നമ്മുടെ ജീവിതത്തിന്റെ നേരെ ഏതെങ്കിലും തടസ്സങ്ങൾ വരുമോ, ഏതെങ്കിലും ബന്ധനങ്ങൾ വരുമോ? ഇതൊക്കെ വന്നാൽ തന്നെ കർത്താവ് എടുത്തു മാറ്റിക്കൊള്ളുകയല്ലേ. പിന്നെ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനം ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയരുത്. വചനത്തെ ഉള്ളിലേക്ക് സ്വീകരിക്കുക. കരങ്ങളെ യാചനയോടെ പിടിച്ച് ദൈവവചനം ഉള്ളിൽ സ്വീകരിക്കുവാൻ, ആ വചനം ജീവിക്കുവാനുള്ള കൃപയാചിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതത്തിന്റെ വഴികളിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന്, ഇവർ പോകുന്ന വഴികളിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന് എല്ലാ തിന്മകളും തടസ്സങ്ങളും ബന്ധനങ്ങളും അശുദ്ധിയും നാരകീയ ശക്തികളും രോഗങ്ങളും അസ്വസ്ഥതകളും നിർവീര്യമായി തീരട്ടെ എന്ന് ഏൽപ്പിക്കുന്നു. ആപത്തുകളും അപകടങ്ങളും ഇവരെ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.